Hi, welcome to Renisha CS Edu World. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റൈറ്റ് അൽഗോരിതം ആൻഡ് ഡ്രോ ഫ്ലോ ചാർട്ട്. പ്രീവിയസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് വാട്ട് ഇസ് ആൻ അൽഗോരിതം, വാട്ട് ഇസ് ആൻ ഫ്ലോ ചാർട്ട്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം ആൻഡ് ഹൗ ടു റൈറ്റ് ആൻഡ് ഡ്രോ ദ ഫ്ലോ ചാർട്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റ് ഓഫ് എക്സാമ്പിൾ ആണ്. എങ്ങനെയാണ് ഒരു അൽഗോരിതം എഴുതുന്നത്, എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് ഡ്രോ ചെയ്യുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഒരു 7 പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. നെക്സ്റ്റ് കൺവേർട്ട് ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്, ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്. നെക്സ്റ്റ് വൺ കൺവേർട്ട് സെൽഷ്യസ്, ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. നെക്സ്റ്റ് area and perimeter of a square, area and perimeter of rectangle, area and perimeter of triangle, and area and perimeter of circle. ഈ 7 എണ്ണമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. നമ്മൾ ഇതിനകത്ത് അറിയേണ്ടത് എങ്ങനെയാണ് 3 നമ്പേഴ്സിന്റെ ആവറേജ് എടുക്കുന്നത്. നമുക്കിവിടെ എന്ത് വേണം, 3 നമ്പർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണലി നമ്മൾ സപ്ലൈ ചെയ്യുന്ന 3 ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ 3 എണ്ണമാണ് നമ്മൾ എക്സ്റ്റേണലി സപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ആവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, സം ഓഫ് 3 നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പർ. അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 3 നമ്പർ എ ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി, ഫസ്റ്റ് നമ്പർ എ, സെക്കൻഡ് നമ്പർ ബി and third number C divided by 3 ആയിരിക്കും എന്താണ് ആവറേജ്. ആവറേജ് ഓഫ് 3 നമ്പർ ആണെങ്കിൽ എന്ത് വരും, നമ്പർ 3 നമ്പർ 3 നമ്പർ ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 3. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പിന്നെയും എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് അൽഗോരിതം എഴുതുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, എന്തായാലും അൽഗോരിതം എഴുതണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ഏതാണ് കൊടുക്കേണ്ടത് അത് റീഡ് ചെയ്യണം. ഇവിടെ 3 നമ്പർ ആണ്, 3 നമ്പർ ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, റീഡ് 3 നമ്പേഴ്സ് എ ബി ആൻഡ് സി, 3 നമ്പർ റീഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് വേണ്ടത്, ഈ 3 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സം കണ്ടുപിടിക്കുക, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ആവറേജ്. ഓക്കെ, ആവറേജ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 3. ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം, ബ്രാക്കറ്റ് ഇടണം. എന്നാൽ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതിന് ബ്രാക്കറ്റ് ഇട്ടിട്ട് അവസാനം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിവൈഡഡ് ബൈ 3 എഴുതാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, സി ബൈ 3 മാത്രമേ അത് സിസ്റ്റം എടുക്കത്തുള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഇതിപ്പോ എഴുതുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ 3, ഇതാണ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ആവറേജ്, കിട്ടിയ റിസൾട്ടിനെ നമ്മൾ പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ്. ദിസ് ഇസ് ദ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പറിനെ റീഡ് ചെയ്തു, ആവറേജ് കണ്ടുപിടിച്ചു. ആവറേജ് കണ്ടുപിടിക്കാൻ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 3, കിട്ടിയ റിസൾട്ട് പ്രിന്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ദിസ് ഇസ് ദ അൽഗോരിതം. ഇനി ഫ്ലോ ചാർട്ടിന്റെ എങ്ങനെ വരയ്ക്കും, ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ ഫസ്റ്റില് നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും എന്തിനകത്ത് കൊടുക്കണം, ഓവലിന്റെ അകത്ത് കൊടുക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് ആണെങ്കിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ ഏതിനകത്ത് കൊടുക്കണം, പാരലോഗരിത്തിന്റെ അകത്താണ് കൊടുക്കേണ്ടത്. അപ്പൊ പാരലോഗരിത്തിനകത്ത് എന്ത് കൊടുക്കണം, റീഡ് 3 നമ്പർ റീഡ് ചെയ്യുന്നതായിട്ട് എ ബി ആൻഡ് സി 3 നമ്പർ റീഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇക്വേഷൻ്റെ അകത്ത് കൊടുക്കണം. അത് പ്രോസസ് ആണ്, അത് റെക്ടാംഗിളിന്റെ അകത്ത് വേണം നമ്മൾ കൊടുക്കാൻ. Average is equal to A plus B plus C
by 3. കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യാനായിട്ട് പാരലോഗ്രാം print average. Okay, next stop. Okay, this is the algorithm and a flow chart for find the average of 3 numbers. So, convert temperature from Celsius to Fahrenheit. What is the equation for converting Celsius to Fahrenheit? അപ്പോൾ സെൽഷ്യസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എന്താ? സെൽഷ്യസ് ആണ് നമ്മുടെ ഇരിക്കുന്നത്, അതിനെ ഫാരൻഹീറ്റോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഇൻപുട്ട് ഏതാണ്? ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ആണ് നമ്മുടെ ഇൻപുട്ട്. നമ്മുടെ ഇരിക്കുന്ന ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ആണ്. നമുക്കത് കൺവേർട്ട് ചെയ്ത് എന്താക്കണം? ഫാരൻഹീറ്റ് ആക്കണം. അപ്പൊ ഫാരൻഹീറ്റ് ആയി കിട്ടുന്നതാണ് നമ്മുടെ എന്താണ്? ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 into C plus 32. ദിസ് ഈസ് ദി ഇക്വേഷൻ. അപ്പം ഇതിന്റെ അൽഗോരിതം എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട്, സെക്കൻഡ് നമ്മൾ ടെമ്പറേച്ചർ സെൽഷ്യസിനുള്ളതാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. അപ്പം റീഡ് ടെമ്പറേച്ചർ in Celsius. ഞാൻ സി ആയിട്ട് ഇവിടെ കൊടുത്തു. ഓക്കെ, തേർഡ് എന്ത് വേണം? നമുക്ക് സെൽഷ്യസ് ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് എഴുതാൻ മതി? ആ ഇക്വേഷൻ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഫാരൻഹീറ്റ് ഇസ് ഈക്വൽ ടു 9/5 into C plus 32. This is the equation. ഇക്വേഷൻ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫാരൻഹീറ്റിലോട്ട് ഇത് കൺവേർട്ട് ആയിട്ട് കിട്ടും. ഇനി എന്ത് ചെയ്യാം? ഈ കിട്ടിയ റിസൾട്ടിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുക. ഓക്കെ, ഫാരൻഹീറ്റ് കിട്ടി, ഇനി അതിനെ പ്രിന്റ് ചെയ്യിച്ചാൽ മതി. അതാണ് ഔട്ട്പുട്ട്. പ്രിന്റ് എഫ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റോപ്പ്. ദിസ് ഈസ് ദ അൽഗോരിതം. ഫസ്റ്റ് സ്റ്റാർട്ട്. എല്ലാത്തിന്റെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ആണ് എഴുതുന്നത്. ഇനിയും അടുത്ത ഇൻപുട്ട് ആണ് നമുക്ക് എഴുതി കൊടുക്കേണ്ടത്. ഇൻപുട്ട് എന്താണ്? റീഡ് പാരലോഗ്രത്തിനകത്ത് കൊടുക്കണം. റീഡ് സി, സെൽഷ്യസ് വാല്യൂ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാൽക്കുലേഷൻ ആണ്, അത് പ്രോസസ് ആണ്. അപ്പം എന്ത് കൊടുത്താൽ മതി? റെക്ടാംഗിൾ മതി. എഫ് ഈസ് ഈക്വൽ ടു 9/5 into C plus 32. ഓക്കെ, ഇതാണ് ഫാരൻഹീറ്റ് ഇക്വേഷൻ ആയി. റിസൾട്ട് എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക. പ്രിന്റ് എടുക്കണമെങ്കിൽ പാരലോഗ്രാം പ്രിന്റ് എഫ്. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ്. This is a flow chart. Next is convert temperature in Fahrenheit to Celsius. എങ്ങനെയാണ് ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഫാരൻഹീറ്റിന്റെ ഇക്വേഷൻ നമ്മുടെ അറിയാവുന്നുണ്ടെങ്കിൽ F is equal to 9/5 into C plus 32 ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? നേരത്തെ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് നമുക്ക് C ഫൈൻഡ് ചെയ്യാം. എങ്ങനെയാ? F minus 32 ഇങ്ങനെ എഴുതാമല്ലോ. F ഇതിനെ ഇപ്പുറത്തോട്ട് വരുമ്പോ പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. അപ്പൊ F minus 32 is equal to 9/5 into C എന്ന് എഴുതാം. ഇപ്പൊ ഈക്വൽ ടു ആയിട്ട് നമുക്ക് ഇപ്പുറത്ത് വേണമെങ്കിൽ ഇതിനെ എടുത്ത് എഴുതിയാലും നോ ചേഞ്ച് ആണ്. അപ്പൊ ഇങ്ങനെ എഴുതി 9/5 into C is equal to F minus 32. അങ്ങനെയാണ് C എന്ന് പറയുന്നത് എന്തായിരിക്കും? F minus 32 into 5/9. ഓക്കെ, ഇതാണ് സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാമെങ്കിൽ ഉള്ള ഇക്വേഷൻ. എന്താണ്? C is equal to F minus 32 into 5/9. ഒന്നുകിൽ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്കിത് ഡെറൈവ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ എന്താണ് ആദ്യം കൊടുക്കണ്ടേ? സ്റ്റാർട്ട് അല്ലെ? അൽഗോരിതം തുടങ്ങുമ്പോൾ ആദ്യം
സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ കൊടുക്കണ്ടേ? ഏതാണോ ഇൻപുട്ട് ആ ഇൻപുട്ടിനെ നമ്മൾ റീഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഫാരൻഹീറ്റ് വാല്യൂ ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഫാരൻഹീറ്റ് വാല്യൂ ആണ് റീഡ് ചെയ്യേണ്ടത്. റീഡ് ഫാരൻഹീറ്റ് വാല്യൂ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാരൻഹീറ്റ് വാല്യൂ നമ്മൾ റീഡ് ചെയ്തു. ഇനി ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C is equal to F minus 32 into 5/9. ഓക്കെ, സെൽഷ്യസ് വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ പ്രിന്റ് ചെയ്യിക്കുക. പ്രിന്റ് C. ഓക്കെ, പ്രിന്റ് ചെയ്തു. ഇനിയും സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ദ അൽഗോരിതം. ഇനി ഇതിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത്? സ്റ്റാർട്ട് കൊടുത്തു. അടുത്ത എന്താണ്? ഇൻപുട്ട് നമ്മൾ റീഡ് ചെയ്യാം. അപ്പം റീഡ് എഫ്, ഫാരൻഹീറ്റ് വാല്യൂ ആണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. റീഡ് എഫ്. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇനി കൊടുക്കുക. എന്താണ്? C is equal to F minus 32 into 5/9. ഓക്കെ, ഇനി ഇതിനെ പ്രിന്റ് ചെയ്യിക്കുക. പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എന്താണ്? ഔട്ട്പുട്ട് ആണ്. അതിന് പാരലോഗ്രാം നമ്മൾ വരയ്ക്കുക. പ്രിന്റ് C. നെക്സ്റ്റ് സ്റ്റോപ്പ്. This is the algorithm and flow chart to convert temperature in Fahrenheit to Celsius. Area and perimeter of square. സ്ക്വയറിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കുക. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? സ്ക്വയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 sides are equal. ലെങ്ത് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ലെങ്ത് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. എന്താണ്? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ചുറ്റുമുള്ള അളവ്. ചുറ്റളവിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 4 into L. ഓക്കെ, ഇനി ഏരിയ. സ്ക്വയറിന്റെ ഏരിയ എന്താണ്? L into L. ഇതിന്റെ അൽഗോരിതമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഒരു സ്ക്വയറിന്റെ ലെങ്ത് ആണ്. ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ അൽഗോരിതം എങ്ങനെ എഴുതും? സ്റ്റാർട്ട്. സെക്കൻഡ് വൺ റീഡ് ലെങ്ത് L. തേർഡ് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 4 into L. ഫോർത്ത് സ്റ്റെപ്പ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയയുടെ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു, L into L ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? പെരിമീറ്ററിന് ഏരിയ ആയുമാണ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത്. ആ ഔട്ട്പുട്ടിനെ നമ്മൾ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് പെരിമീറ്റർ ആൻഡ് ഏരിയ രണ്ടും പ്രിന്റ് ചെയ്തു. ലാസ്റ്റ് സ്റ്റോപ്പ്. ദിസ് ഇസ് അൽഗോരിതം. ഇനി ഇതിന്റെ ഫ്ലോ ചാർട്ട് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ട് കൊടുക്കുക. ദെൻ ലെങ്ത് റീഡ് ചെയ്യണം. ഇപ്പൊ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് വ്യൂസ് പാരലോഗ്രാം. ഓക്കെ, ഇപ്പൊ റീഡ് എൽ. നെക്സ്റ്റ് രണ്ട് കാൽക്കുലേഷൻ പ്രോസസിംഗ് ആണ്. ഒന്നുകിൽ നമുക്ക് രണ്ടും ഒരിടത്ത് തന്നെ എഴുതാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഇപ്പൊ ഇവിടെ ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ പെരിമീറ്റർ is equal to 4 into L. Okay, area is equal to L into L. Then output print ചെയ്യാം. ഔട്ട്പുട്ട് എങ്ങനെ പ്രിന്റ് ചെയ്യുന്നത്? പാരലോഗ്രത്തിന്റെ അകത്ത് പ്രിന്റ് പെരിമീറ്റർ and area, then stop. Okay,
ഇതാണ് ഒരു സ്ക്വയറിന്റെ ഏരിയയും പെരിമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കണ്ടുപിടിക്കാനായിട്ടുള്ള അൽഗോരിതം ഫ്ലോ ചാർട്ട്. നെക്സ്റ്റ്, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ ഏരിയയും പെരിമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഒരു റെക്ടാംഗിളിന്റെ പ്രത്യേകത? റെക്ടാംഗിളിന്റെ 2 sides ഈക്വൽ, ഈ സൈഡ് ഈക്വൽ, ഈ 2 sides ഈക്വൽ ആണ്. അപ്പം ഇതിന്റെ എങ്ങനെ വരിക? ഇതിപ്പോ ഇത് ലെങ്ത് ആണെങ്കിൽ ഇത് ബ്രെഡ്ത്ത്. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് ഇതാണ് ബിയും ബിയും ഈക്വൽ ആണ്, എല്ലും എല്ലും ഈക്വൽ ആണ്. ഇതിന്റെ പെരിമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2L ആണ് അല്ലെ? 2 into L plus B. ഇനി ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? L into B. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ലെങ്തും ബ്രെഡ്ത്തും നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, 2 ഇൻപുട്ട് ആണ് റീഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കൊടുത്തു റീഡ് L and B. L എന്ന് പറയുന്ന ലെങ്ത്, B എന്ന് പറയുന്ന ബ്രെഡ്ത്ത്. ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പിനകത്ത് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into L plus B. ഫോർത്ത് സ്റ്റെപ്പ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? L into B. കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യുക. പ്രിന്റ് പെരിമീറ്റർ ആൻഡ് ഏരിയ. 6 സ്റ്റോപ്പ്. ഇതിന്റെ അൽഗോരിതം എഴുതി. ഇനി ഫ്ലോ ചാർട്ട് എങ്ങനെ എഴുതുന്നത്? സ്റ്റാർട്ട്, read L and B, പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോസസ് ആണ്, റെക്ടാംഗിൾ യൂസ് ചെയ്യുക. പെരിമീറ്റർ is equal to 2 into L plus B. ഇനി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ is equal to L into B. കിട്ടിയിരിക്കുന്ന റിസൾട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുക. അത് ഔട്ട്പുട്ട് ആണ്. പാരലോഗ്രാം നമ്മൾ യൂസ് ചെയ്യുക. പ്രിന്റ് പെരിമീറ്റർ ആൻഡ് ഏരിയ. സ്റ്റോപ്പ്. ഇവിടെ എല്ലാം നിങ്ങൾ കണ്ടോ? ഇതിന്റെ എല്ലാം നമ്മൾ ആ ഇക്വേഷന്റെ അവിടെ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റീഡ് ചെയ്യുന്ന ഇൻപുട്ടും മാറും, പിന്നെ ഈ ഇക്വേഷൻ പെരിമീറ്ററിന്റെ അടുത്ത് ഇക്വേഷൻ മാറും. ബാക്കി എല്ലാം നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ ആണ്. അപ്പൊ ഇതിന്റെ സർക്കിളിന്റെ പെരിമീറ്ററും ഏരിയയും എങ്ങനെയാണ്? പെരിമീറ്റർ എങ്ങനെയാണ് സർക്കിളിന്റെ? 2 into pi into r. r is the radius. ഒരു സർക്കിളിന്റെ നമ്മൾ റേഡിയസ് ആണ് എടുക്കുന്നത്. അപ്പം 2 into pi into r ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. പൈയുടെ വാല്യൂ എത്ര? പൈ ഈസ് ഈക്വൽ ടു 3.14. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ പൈ നല്ല കൊടുക്കേണ്ടത്, പൈയുടെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. പൈ ഈസ് ഈക്വൽ ടു 3.14. ഏരിയ എത്രയാണ്? പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ ആണ് ഏരിയ. അപ്പം നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിന്റെ അകത്ത്, നേരത്തെ എഴുതിയ അൽഗോരിതം ആണെങ്കിലും ഫ്ലോ ചാർട്ട് ആണെങ്കിലും അതിന്റെ അകത്ത് ഇൻപുട്ടും പെരിമീറ്ററിന്റെ ഇക്വേഷനും ഏരിയയുടെ ഇക്വേഷനും മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്? നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് റേഡിയസ് ആണ്. അപ്പൊ എന്ത് വരണം? എന്താണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്? ആദ്യം സ്റ്റാർട്ട് ചെയ്തു, പിന്നെ റീഡ് റേഡിയസ് ആർ എന്ന് പറഞ്ഞ റേഡിയസ് നമ്മൾ എടുത്തു. പെരിമീറ്ററിന്റെ ഇക്വേഷൻ കൊടുക്കുക. എത്ര വരുന്നത്? 2 into 3.14 into r. ഏരിയ ആയോ? ഏരിയയുടെ ഇക്വേഷൻ കൊടുക്കുക. പൈ ആർ സ്ക്വയർ, പൈയുടെ വാല്യൂ 3.14 into r into r. This is the area. പെരിമീറ്ററും ഏരിയയും നമ്മളിവിടെ പ്രിന്റ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു.
ഈ സെയിം തന്നെയാണ് ഫ്ലോ ചാർട്ടിന് വരുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ടിന്റെ അവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഇൻപുട്ട് കൊടുക്കുക. റീഡ് ആർ സ്റ്റാർട്ട് ചെയ്തു, ഇൻപുട്ട് ആർ എന്ന് കൊടുത്തു. പിന്നെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്ത് വരും? പൈ ആർ സ്ക്വയർ 2 പൈ ആർ 2 into 3.14 into r. ഏരിയയോ? ഏരിയ ഈസ് പൈ ആർ സ്ക്വയർ. പൈയുടെ വാല്യൂ 3.14 into r into r. പെരിമീറ്ററും ഏരിയയും ഡിസ്പ്ലേ ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. Next is area and perimeter of triangle when 3 sides are given. ഏരിയ കണ്ടുപിടിക്കുക. അപ്പം ഇതിന്റെ അകത്ത് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പെരിമീറ്റർ എന്ന് പറയുന്നത്? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 3 സൈഡാണ്. ഫസ്റ്റ് സൈഡ് എ ആണെന്നിരിക്കട്ടെ, സെക്കൻഡ് സൈഡ് ബി, തേർഡ് സൈഡ് സി ആണെങ്കിൽ അതിന്റെ ചുറ്റുള്ള അളവ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏരിയ ആണ്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ചോദിക്കാം എന്താണ് എസ്? എസിന്റെ വാല്യൂ എന്താണ്? എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ബൈ 2 ആണ് എന്താണ് എസ്. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് എന്ത് കണ്ടുപിടിച്ചിരിക്കണം? എസിന്റെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ കൊടുക്കാവൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? എസിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിന്റെ അൽഗോരിതം എങ്ങനെ എഴുതും? ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് എന്ന് കൊടുത്തു. അടുത്തത് റീഡ് 3 സൈഡ്സ് എ ബി ആൻഡ് സി. 3 സൈഡ് നമ്മൾ റീഡ് ചെയ്തു. ഇനി പെരിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. എസ് കാൽക്കുലേറ്റ് ചെയ്യാം. എസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി പ്ലസ് സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ എവിടെ ഉണ്ട്? പെരിമീറ്ററിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി കൊടുക്കണ്ട. അങ്ങനെ എഴുതിയോണ്ട് തെറ്റില്ല. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി, പെരിമീറ്റർ ബൈ 2. എന്തുകൊണ്ടാണ്? എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ പെരിമീറ്ററിന്റെ അകത്ത് ഉണ്ട്. ഇനി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ദിസ് ഇസ് ദ ഏരിയ. നെക്സ്റ്റ് കിട്ടിയ റിസൾട്ട് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് പെരിമീറ്റർ ആൻഡ് ഏരിയ. ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. This is the algorithm. Next flow chart. Flow chart അകത്ത് start, read 3 sides, read 3 sides A, B and C. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ. Perimeter is equal to A plus B plus C. Then S calculate here. S is equal to perimeter by 2. Next എന്താണ്? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ is equal to square root of S into S minus A into S minus B into S minus C. Next കിട്ടിയ റിസൾട്ട് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ പാരലോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. പ്രിന്റ് പെരിമീറ്റർ ആൻഡ് ഏരിയ. Last stop.
Okay, this is the algorithm to find area and perimeter of triangle when three sides are given. Okay, അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാം ഇതിൻ്റെ അകത്ത് എല്ലാ അൽഗോരിതംസും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.